ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലെ നീർനാഗം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്, ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? ഈ കഥ വായിക്കൂ. നീർനാഗം എന്ന ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത്. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പനുണ്ടായിരുന്നു. ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും. അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ്. ഞാനീ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ്. ഒരു 2 അടി നീളം, ചെറുവിരലിൻ്റെ അത്ര വണ്ണം, തോട്ടിൽ ആമ്പലിൻ്റെ അടുത്തങ്ങനെ തല നീട്ടിയിരിക്കുകയാണ്. ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം. നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര്. ഞാൻ വലിയ ഒരു പച്ച ഇറുക്കിലിയെടുത്ത് അറ്റത്ത് ഒരു കുടുക്കുണ്ടാക്കി. എന്നിട്ട് വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വെച്ച് ചിനുക്കി. ഒരു വലി. നീർനാഗം ഈർക്കിലിൻ്റെ തുമ്പിൽ തൂങ്ങുന്നു. അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലെയും കയറി ഇറങ്ങി. സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ വളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു. നേരം ഉച്ചയായി. വിശപ്പ് തോന്നി തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. അതിൻ്റെ അടുത്ത് തന്നെ 2-3 ചൂരൽവടി തിരുകിയിട്ടുണ്ട്. പ്രായം അനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ടതിന്. വലുത് എന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം തരാതരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ്. തടിക്കച്ചവടക്കാരനാണ് ബാപ്പ. ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് വരവിടുകയോ ചെയ്യുകയാണ്. ഊണിന് ലേശം താമസമുണ്ട്. ഞാൻ അയൽപക്കത്തു എന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു. ഒരു ശിഷ്യന്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു തന്നു. അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി, എടാ ആ എന്ന് ഞാൻ വിളി കേട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു. കാലു കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു അല്ലാഹു അക്ബർ എന്ന് കൈകൾ രണ്ടും ഉയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ കിടക്കുന്നു നേരെ മുമ്പിൽ ഒരു നീർനാഗം. ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി. സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയിൽ ഉണ്ടായാൽ അത് വകവെക്കാറില്ല. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പ് ഏറ്റാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വിളിച്ചു വരുന്നത്. എടീ, ബാപ്പ വിളിച്ചു. എന്താണ്? ഉമ്മ വിളി കേട്ടുകൊണ്ടുവന്നു. ബാപ്പ ചൂണ്ടിക്കാണിച്ചു. എന്താണടി അത്? ഒരു നീർക്കോലി കുഞ്ഞാണ്. എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ. ഞാൻ എന്തിനാ മുല കൊടുത്ത് വളർത്തുന്നത്? ഞാൻ വെച്ചതാണോ? ഉമ്മ വെച്ചതല്ല ആ നീർക്കോലി കുഞ്ഞിനെ. ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലി കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം? പിന്നെ ഇതെന്തിനാടി? ഞാൻ എങ്ങനെ അറിയാനാണ്? ഇവിടെ ഇതെങ്ങനെ വന്നടി? ഞാൻ എങ്ങനെ അറിയും? ഉമ്മ പറഞ്ഞു. അവനായിരിക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. അവൻ എവിടെയടി? അവിടെ എങ്ങാനും കാണും. അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസം ഉണ്ടായത്. ഞാൻ സന്നിധിയിൽ ചെന്നു. നീർനാഗം കിടന്നു പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു. ഇത് എന്തടാ ഇത്? ഞാൻ പറഞ്ഞു. നീർനാഗം. ബാപ്പ ചിരിച്ചു. കേട്ടോടി, പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞ് നീർനാഗം. ഉമ്മ പറഞ്ഞു. പള്ളിക്കൂടത്തിൽ എങ്ങനെ ഇരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ പഠിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് കളിക്കാരൻ വന്നു. തമിഴനാണ്. സാമാന്യം ഭേദപ്പെട്ട 2-3 മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്നു കളിപ്പിച്ചു. ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം വെളിപ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചുറങ്ങി. ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല, കൊട്ടയുമില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു. പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി. അനേക തരത്തിൽ ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് 4-5 നീർക്കോലികളെയാണ്. അദ്ദേഹം അതിനെയെല്ലാം ചന്തയിൽ വന്നു. പാരുങ്കോ പാരുങ്കോ നീർനാഗമെന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങി. ആളുകൾ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് നീർനാഗം എന്ന് എനിക്ക് കിട്ടിയത്. തമിഴ്നാടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്നു സമ്മതിച്ചു കൊള്ളട്ടെ. എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ? എടാ, ബാപ്പ പറഞ്ഞു. ഇതെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാൻ മിണ്ടിയില്ല. ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് 4 ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ച് തന്നു. നല്ല 1-ാം നമ്പർ അടിയൊന്നുമല്ല, ഇടത്തരം. ബാപ്പ എന്നെ കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ചു. തോടിൻ്റെ അടുത്തു എന്ന് ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു. ബാപ്പ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നേയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതാണ്. അത് നല്ല ഒരു കഥയാണല്ലേ. ഒരു കുട്ടി നീർക്കോലിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതിനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ചിരിച്ചു ചിരിച്ച്
കഥ വായിച്ചല്ലോ. നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു സന്ദർഭങ്ങൾ? 1. ഈർക്കിലിന്റെ തുമ്പിൽ തൂങ്ങുന്ന നീർനാഗത്തെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള വീടുകളിൽ കയറിയിറങ്ങുന്ന വീരനാണെന്ന് ഭാവിക്കുന്ന കഥാനായകൻ. അത് ചിരിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലേ. അതുപോലെ തന്നെ ഉച്ച നമസ്കാരത്തിന് വന്ന ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു കാലു കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു അല്ലാഹു അക്ബർ ഒന്ന് കൈകൾ രണ്ടും ഉയർത്തി നെഞ്ചു കെട്ടാൻ കിടക്കുന്നു. നേരെ മുമ്പിൽ ഒരു നീർനാഗം. 3. നീർക്കോലിയെ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ എന്ന് ബാപ്പ പറയുന്ന സന്ദർഭം. അതുപോലെ തന്നെ തമിഴനായ പാമ്പ് കളിക്കാരൻ നീർക്കോലിയെ പിടിച്ചു കൊണ്ടുവന്ന് നീർനാഗം എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുന്നു. ഇതൊക്കെ ചിരി വരുന്ന സന്ദർഭങ്ങളാണ്. അടുത്തത് കുസൃതി പതിപ്പാണ്. കുസൃതി തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം. നീർനാഗത്തെ പിടിച്ച ബഷീറിന്റെ അനുഭവം നമ്മൾ വായിച്ചു. ഇതുപോലെയുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും? അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ? നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം. കുറിപ്പിനിണങ്ങുന്ന പേര് നൽകാൻ മറന്നു പോകരുത്. എല്ലാവരും എഴുതിയ അനുഭവക്കുറിപ്പുകൾ ചേർത്ത് ഒരു കുസൃതി പതിപ്പ് തയ്യാറാക്കാം. ചിത്രങ്ങളും ചേർത്ത് ഭംഗിയാക്കാം. ഈ പതിപ്പിനും വേണം ഒരു രസികൻ പേര്. കുട്ടിക്കാലത്തെയും ഒരു കുസൃതി അനുഭവം എഴുതി തരാൻ ടീച്ചറോടും പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിലുണ്ടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ടാകും. അപ്പോൾ കൂട്ടുകാരെ ആ അനുഭവക്കുറിപ്പാണ് എഴുതേണ്ടത്. ജസ്റ്റ് ഒരു അനുഭവക്കുറിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും പാടത്തിന് നടുവിൽ കൂടെയാണ്. 1 കിലോമീറ്റർ ദൂരം പാടമാണ്. മഴയത്ത് വെള്ളം തെറിപ്പിച്ചു, കാറ്റത്ത് കുട പറപ്പിച്ചും ഒഴുകിമറിയുന്ന തോട്ടിൽ കടലാസ് ഇട്ട് ഒഴുക്കിനൊപ്പം വരമ്പത്തുകൂടെ ഓടിയുമാണ് യാത്ര. ആരുടെ തോണി ആദ്യം എത്തുക എന്ന് നോക്കാനായി തോട്ടുവരമ്പത്ത് കൂടെ എല്ലാം മറന്നു ഒരു ഓട്ടമാണ്. തോടിന് നടുവിൽ റോഡ് കടന്നു പോകുന്ന പാലം എത്തുമ്പോൾ തോണിയെല്ലാം ഒന്നിച്ച് അപ്പുറം ഒരു വീഴ്ചയാണ്. അതോടെ ഓട്ടം നിൽക്കും. പിന്നെ ചെറുതെളിപ്പിച്ചും കുത്തിമറിഞ്ഞു ആകെ നനഞ്ഞും ചെളിയും പുരണ്ട് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ തല്ല് കിട്ടും. ഇതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. അടുത്തത് കഥാപാത്ര പരിചയമാണ്. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തി ബഷീറിന്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. നർമ്മബോധം, കൃത്യനിഷ്ഠ, സഹജീവി സ്നേഹം, ദൈവവിശ്വാസം, തെറ്റു കണ്ടാൽ കർശന നിലപാടെടുക്കുന്ന പ്രകൃതം, ഇങ്ങനെ ഒട്ടേറെ സ്വഭാവ സവിശേഷതകൾ ഇദ്ദേഹത്തിന് ഒത്തുചേർന്നിരിക്കുന്നു. ഉച്ച നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ വന്ന ബാപ്പ ബഷീർ പിടിച്ചുകൊണ്ടുവന്ന വിരിയുടെ ഇടയിൽ തൂക്കിയിട്ട നീർക്കോലി കുഞ്ഞ് നിലത്തു കിടന്ന് പുളയുന്നത് കാണുന്നു. അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം ഈ ഗുരുത്തക്കേട് കാണിച്ച ബഷീറിനെ വിളിച്ചു വരുത്തി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ചൂരൽ വടി കൊണ്ട് തുടയിൽ 3 അടിയും കൊടുത്തു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന താക്കീത് നൽകി നീർക്കോലിയെ പിടിച്ചെടുത്തു കൊണ്ടുവിടാൻ പറയുകയും ചെയ്യുന്നു. അവൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞു അത് തിരുത്തുകയാണ് ബാപ്പ. മാത്രമല്ല അദ്ദേഹത്തിന് സഹജീവികളോടുള്ള സ്നേഹവും ഇവിടെ പ്രകടമാണ്. നീർക്കോലിയെ കണ്ടപ്പോൾ അത് ചെയ്തതാരാണെന്ന് ഉമ്മയോട് അന്വേഷിക്കുകയും ബാപ്പ ചെയ്തത്. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ബാപ്പയുടെ നർമ്മബോധം പ്രകടമാണ്. കർക്കശക്കാരനും അതോടൊപ്പം സ്നേഹമുള്ളവനുമായ ഒരു പിതാവിനെയും ഇവിടെ കാണാം. നീർക്കോലിയെ കണ്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീർനാഗം എന്ന ബഷീറിന്റെ മറുപടി കേട്ട് ബാപ്പ ചിരിക്കുന്നതും ഈ കഥയിലുണ്ട്. ഇങ്ങനെ കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കഥാപാത്രത്തെക്കുറിച്ച് എഴുതുക. അടുത്തത് ഇമ്മിണി ബാല്യലോകം. ബഷീറിന്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നും എടുത്തു വായിക്കും. അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, എട്ടുകാലി മമ്മൂഞ്ഞു തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ രസകരമായ കഥകൾ വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആനവാരിയും പൊൻകുരിശും എന്നുള്ളതിന്റെ ഒരു കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കാം. ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമായും കള്ളന്മാരാണ്. സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ അരങ്ങേറുന്നത്. രാമൻ നായരും തോമായും സാധാരണക്കാരായിരുന്നു. അവരുടെ ചില പ്രവൃത്തികളാണ് ആനവാരി, പൊൻകുരിശി എന്നീ വിശേഷണങ്ങൾ അവർക്ക് നേടിക്കൊടുത്തത്. ദേശീയക്കാരനും സ്ത്രീ വിദ്വേഷിയും ഒക്കെയാണ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന രാമൻ നായർ പക്ഷെ ആരോടും അധികം ദേഷ്യപ്പെടാറില്ല. അയാളുടെ പ്രമാണിത്വത്തെ ചോദ്യം ചെയ്യുന്നത് പൊൻകുരിശു തോമ മാത്രമാണ്. രാത്രിയുടെ മറവിൽ ചാണകം കട്ടുകൊണ്ടു പോകാൻ ഇറങ്ങിയ രാമൻ നായരും കൂട്ടരും ചാണകം എന്ന് കരുതി ഇരുട്ടിൽ തൂമ്പ കൊണ്ട് വാരിയെടുക്കാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെയാണ്. വേദനയെടുത്ത് ആന അമറിയപ്പോൾ എല്ലാവരും ഭയന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് രാമൻ നായർക്ക് ആനവാരി എന്ന പേര് വന്നത്. ഇനി പള്ളിയിലെ പൊൻകുരിശി എങ്ങനെയും കട്ടെടുക്കണമെന്ന് ആലോചിച്ച് ഉറക്കമില്ലാതെ നടന്ന തോമായെ മറ്റൊരു കുറ്റത്തിന് പോലീസുകാർ പിടിച്ച് ജയിലിലടക്കുന്നു. രാത്രിയിലെ പാറാവുകാരനായ
പളുങ്കൻ കൊച്ചുകുഞ്ഞിന് മോഷണം മുതൽ ഒരു ഭാഗം നൽകാമെന്ന് മോഹിപ്പിച്ച് തോമ ജയിലിൽ നിന്നും പുറത്തു കടക്കുന്നു. പ്രാരാബ്ധക്കാരനായ കൊച്ചുകുഞ്ഞ് തോമയെ തുറന്നുവിട്ട് ഭയന്നിരിപ്പായി. പള്ളിയിലെ പൊൻകുരിശ് മോഷ്ടിച്ചതിന്റെ ഒരു ഭാഗം കൊച്ചുകുഞ്ഞിന് നൽകി തിരികെ ജയിലിൽ കയറുന്നു. പള്ളി മോഷണം പോയതറിഞ്ഞ് പോലീസുകാർ നാട്ടിലെ കള്ളന്മാരെ എല്ലാം ചോദ്യം ചെയ്തു. ആനവാരിയെയും എട്ടുകാല മമ്മൂഞ്ഞിനെയും ഒക്കെ ഇൻസ്പെക്ടർ ദ്രോഹിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് തോമ സത്യം തുറന്നു പറയുന്നു. മരക്കുരിശിൽ കിടന്ന കർത്താവിന് പൊൻകുരിശ് ആവശ്യമില്ലല്ലോ എന്ന് കരുതിയാണ് താൻ മോഷ്ടിച്ചത് എന്നായിരുന്നു തോമായുടെ മറുപടി. ഇങ്ങനെ തോമായ്ക്ക് പൊൻകുരിശ് തോമ എന്ന പേര് നാട്ടുകാർ ചാർത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആനവാരിയും പൊൻകുരിശും എന്നുള്ള കഥാവയുടെ ഒരു വായനാകുറിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ പദപരിചയം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കൂട്ടുകാർ വായിച്ചു മനസ്സിലാക്കുക. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് എന്നുള്ളതാണ്. നമുക്ക് എക്സാമിന് ശേഷം നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.